ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറികൾ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിലുണ്ട്. അതിന് തുടക്കമിട്ടത് ശശി തരൂരാണ്. തരൂർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് നേതൃത്വത്തിനെതിരെ തുറന്നടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല, ഒരു മിസ് കോൾ പോലും എനിക്ക് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഒപ്പം തന്നെ നേതൃത്വത്തോട് ശക്തമായ അതൃപ്തിയുണ്ട്. പക്ഷേ അത് പറയേണ്ട ദിവസം ഇന്നല്ല, വരും മണിക്കൂറുകളിൽ ഞാനത് പറയും എന്ന് തരൂർ പറഞ്ഞു വെക്കുകയാണ്. അതിന് മറുപടിയായിട്ടുള്ള കമന്റുകൾ നമ്മൾ കണ്ടതാണ്. ക്ഷണിച്ചിട്ട് വരാൻ നിലമ്പൂരിൽ നടക്കുന്നത് കല്യാണമല്ല എന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ കമന്റ് സ്വാഭാവികമായും അത് ഉണ്ണിത്താൻ ഒറ്റയ്ക്ക് പറഞ്ഞതായിരിക്കില്ല, അത് നേതൃത്വത്തിന്റെ ശബ്ദം തന്നെയായിരിക്കും നമുക്ക് അവിടെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇനി നടക്കാൻ പോകുന്നത് തരൂരുമായിട്ടുള്ള പോരാട്ടം തന്നെയായിരിക്കും. അതെങ്ങനെയായിരിക്കും? തരൂർ ഇനി എന്തെങ്കിലും തുറന്നു പറയുമോ? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി നിൽക്കുകയാണ്. ഷീജ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് തരൂരിന്റെ അടുത്ത നിലപാടെന്ന്, അടുത്ത സമീപനമെന്ന്. ഷീജ, ശശി തരൂർ ഇന്നലെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇന്ന് തുറന്നു പറയാൻ പറ്റിയ ദിവസമല്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വരും ദിവസങ്ങളിൽ സംസാരിക്കാമെന്നാണ്. തരൂർ ഇനി ഉടനെ എന്തെങ്കിലും തുറന്നു പറയാനുള്ള സാധ്യതയുണ്ടോ? മനു, ഏതായാലും ശശി തരൂർ ഇനി വരുന്ന മണിക്കൂറുകളിൽ ചില കാര്യങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതിനകം തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അതിൽ അദ്ദേഹം പറയുന്നത്, അതായത് ശശി തരൂർ പറയുന്ന കാര്യം ഒന്നാണ്, അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ നടക്കുമ്പോൾ തനിക്ക് മുൻ അനുഭവമുണ്ട്. താൻ വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ മിക്ക ഉപതെരഞ്ഞെടുപ്പുകളിലും താൻ കൃത്യമായ രീതിയിൽ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വയനാട് അദ്ദേഹം ഉദാഹരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചത്. വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും കൃത്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചാർട്ടൊക്കെ തയ്യാറാക്കിയിരുന്നു. ആരൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ സംസാരിക്കണം, ഏതൊക്കെ പരിപാടികളിൽ എത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട്, തങ്ങളുമായി കൂടിയാലോചിക്കാറുമുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു നിലപാട് ഇവിടെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ശശി തരൂർ ഉന്നയിക്കുന്ന വലിയ വിമർശനം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം, താൻ ചില ഉത്തരവാദിത്തപ്പെട്ട വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. പക്ഷേ അതിനിടയിൽ താൻ നാട്ടിൽ എത്തിയിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് പോലും ഒരു തരത്തിലുള്ള അറിയിപ്പും തനിക്ക് പാർട്ടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മെസ്സേജോ ഒരു മിസ്ഡ് കോളോ പോലും തനിക്ക് ഇവരിൽ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല, വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ താൻ ഉറപ്പായും പോയേനെ. പക്ഷേ ക്ഷണിക്കാത്ത ഒരിടത്തേക്ക് താൻ എന്തായാലും പോകുകയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ശശി തരൂർ വ്യക്തമാക്കിയത്. നമുക്കറിയാം, അതിന് തൊട്ടു പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണമൊക്കെ വന്നത്. അതായത് ക്ഷണിച്ചിട്ട് വരാൻ ഇതെന്താ വിവാഹമാണോ എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അതിനുശേഷം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള പുകില് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കമില്ല. കാരണം ഒരു വിഭാഗം ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം ശശി തരൂരിൽ നിന്നുണ്ടായത് അത് ശരിയായ ഒരു പ്രവണതയല്ല. അതിനെതിരെ കർശനമായിട്ടുള്ള നിലപാട് പാർട്ടി നേതൃത്വം സ്വീകരിക്കണം എന്നുള്ളൊരാവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ മറുവിഭാഗം ശശി തരൂരിനെ ഒഴിവാക്കുന്നു. അതുകൊണ്ട് ശശി തരൂരിനെ ഒഴിവാക്കുന്ന ഈ നിലപാട് നേതൃത്വം അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടുമായി രംഗത്തുണ്ട്. ഏതായാലും ശശി തരൂർ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ്. അദ്ദേഹം തന്നെ പരസ്യമായി തുറന്ന് സമ്മതിക്കുന്നുണ്ട്, തനിക്ക് നേതൃത്വവുമായി ചില പ്രശ്നങ്ങളുണ്ട്, അവയെല്ലാം പാർട്ടി ഫോറത്തിൽ പറഞ്ഞ് സംസാരിക്കുക, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് താൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് താൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിനടുത്ത ദിവസങ്ങളിൽ താൻ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതായിരിക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ശശി തരൂർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. പക്ഷേ നാളെ കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ വിദേശ പര്യടനത്തിന് പോകും എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്നലത്തെ ഈ ആരോപണങ്ങൾക്കുള്ള എന്തെങ്കിലും മറുപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം ഈ പ്രചാരകരുടെ ലിസ്റ്റിൽ തരൂർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രതിരോധം തീർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അതിന് ഇന്ന് സാധ്യതയുണ്ടോ?
അതിനുള്ളൊരു സാധ്യത ഏതായാലും മനു ഇന്നിപ്പോൾ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും ഈ ഒരു താരപ്രചാരകരുടെ പട്ടിക കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് പുറത്തുവിട്ടത്. തരൂരിനെ ഇവിടെ നേരത്തെ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തരൂരിനെ തീരുമാനിച്ചിരുന്നു. തരൂർ ആ പട്ടികയിലുണ്ട് എന്നുള്ള കാര്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരു വിഭാഗം ഈ രീതിയിൽ ഈ പട്ടിക ഈ തരൂരിന്റെ തരൂർ കാര്യങ്ങൾ വിശദീകരിച്ചതിന് തൊട്ടു പിന്നാലെ പുറത്തുവിട്ടത്. പക്ഷേ അതിനെ തുടർന്നുള്ള ഒരു പ്രതികരണം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇനിയിപ്പോൾ അനുനയ നീക്കങ്ങളും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ശശി തരൂർ ഒരു പരസ്യ പ്രതികരണത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നതായിരിക്കും കാണാൻ സാധിക്കുക. കാരണം ശശി തരൂർ കൂടുതൽ പ്രതികരണം നേതൃത്വത്തിനെതിരെ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിലെ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള സംസാരങ്ങൾ ഒക്കെ സമവായ നീക്കങ്ങളൊക്കെ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് വേണ്ടി ഇന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ മറുപടി ഇതുവരെയായി നൽകിയിട്ടില്ല. ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല മനു. ശരി, നമുക്ക് നോക്കാം എന്തായാലും ശശി തരൂരിന്റെ നിലപാട് എന്തായിരിക്കും, തരൂർ ഏത് തരത്തിലായിരിക്കും മറുപടി നൽകാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച വരും ദിവസങ്ങൾ അത്ര ശുഭകരമല്ല. ഈ പറയുന്നത് പോലെ ഒറ്റക്കെട്ടൊന്നുമല്ല, കെട്ടുപൊട്ടിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. തരൂർ അടുത്ത നീക്കം എന്തായിരിക്കും? തരൂർ തുടർച്ചയായി നടത്തുന്ന മോദി സ്തുതികൾ കോൺഗ്രസിന് അതിൽ നിലപാട് ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാനത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും തരൂർ ദേശീയ നേതാവാണ്, അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം മറുപടി പറയട്ടെ, അല്ലെങ്കിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്നൊക്കെ പറയും. എത്ര നാൾ ഇങ്ങനെ പോകാൻ കഴിയും? ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് തരൂർ അവഗണിക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് തരൂർ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് പോയത് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന് തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങിയതാണോ തരൂരിനെ ഇവരുടെ ശത്രു പട്ടികയിലേക്ക് മാറ്റിയത്? അതിന് തുടർച്ചയിലാണോ തരൂർ തുടർച്ചയായിട്ട് ഇങ്ങനെ BJP അനുകൂല പ്രസ്താവനകൾ നടത്തിയത് എന്നതടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്.